ഗോൾഡ് ഒരു എക്സ്പെൻസീവ് മെറ്റലായിട്ട് മാറി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്നതാണ് സിൽവർ. എല്ലാവരും സിൽവറിനെ കുറിച്ചാണ് പറയുന്നത്. ഓഫ് കോഴ്സ് എല്ലാവർക്കും ഒരു സ്റ്റേജിൽ കൺഫ്യൂഷൻ വന്നു കാണും, സിൽവർ മേടിക്കണോ അതോ വേണ്ടയോ എന്നൊക്കെ. അതൊരു നല്ല ഓപ്പർച്യൂണിസ്റ്റിക് മെറ്റലാണോ അതോ ഹൈപ്പ് കാരണം മേടിച്ചിട്ട് ട്രാപ്പ് ആവുന്ന ഒരു മെറ്റലാണോ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. സിൽവർ ഒരു പ്രഷ്യസ് മെറ്റൽ മാത്രമല്ല, അതൊരു ഇൻഡസ്ട്രിയൽ മെറ്റലും കൂടിയാണ്. അത് ഇലക്ട്രോണിക്സിൽ, സോളാർ പാനൽസിൽ, EVസിൽ, ഈവൻ ബാറ്ററീസിൽ വരെ യൂസ് ചെയ്യുന്നത് സിൽവറാണ്. അപ്പോൾ ഇത്രയും അപ്ലിക്കേഷനൊക്കെ ഉണ്ടായതുകൊണ്ടാണ് സിൽവറിൻ്റെ മൂവ്മെൻറ്റ് മുകളിലേക്ക് ആവുന്നത്. അതുകൊണ്ടാണ് അതിന് ഗ്ലോബൽ ഡിമാൻഡ് കൂടുന്നത്. ഇനി ഇൻവെസ്റ്റേഴ്സ് എന്തുകൊണ്ട് സിൽവർ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് 4 പോയിൻ്റാണ് എനിക്ക് തോന്നുന്നത്. അത് വേ ചീപ്പർ ദാൻ ഗോൾഡ് ആണ്. ആ മെറ്റൽ ഇൻഫ്ലേഷൻ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ റൈസിങ് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ്സ്, പിന്നെ എക്കണോമിക് അൺസർട്ടനിറ്റി വന്നാൽ ഇത് നല്ല രീതിക്ക് പെർഫോം ചെയ്യുമെന്നുള്ളൊരു വിശ്വാസവും. പക്ഷേ ഇവിടെയുള്ള ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ സിൽവർ ഗോൾഡ് പോലെയല്ല. സിൽവർ വെരി വോളട്ടൈലാണ്. പെട്ടെന്ന് വേണമെങ്കിൽ മുകളിലേക്ക് പോകാനും പെട്ടെന്ന് താഴോട്ട് വരാനും ചാൻസ് ഉള്ള ഒരു മെറ്റലാണത്. അതിൻ്റെ ഒപ്പം തന്നെ സിൽവറിന് സ്റ്റോറേജ്, പ്യൂരിറ്റി ആൻഡ് ലിക്വിഡിറ്റി ഇഷ്യൂസും ഉണ്ട്. ഒരു ബിഗിനറായ നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോൾ പറഞ്ഞുതരാം. സിൽവറിൽ മാത്രമായിട്ട് ഒരു ഹെവി എക്സ്പോഷർ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഡയറക്റ്റായിട്ട് സിൽവർ മേടിക്കാതെ സിൽവർ ETFs അല്ലെങ്കിൽ സിൽവർ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ സിൽവറിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10 to 15, 10 to 15% വരെ മെയിൻറ്റെയിൻ ചെയ്യുക. സിൽവർ ഒരു ഹെഡ്ജ് ആവണം, നിങ്ങളുടെ മെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്കരുത്. ഇപ്പോൾ വൈസ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ സിൽവർ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത് എന്തായാലും ഷൈൻ ചെയ്യും. അപ്പോൾ ഹൈപ്പിനെ ചേസ് ചെയ്യാതെ ബാലൻസ് ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക.